നമുക്കൊരു ആശ്വാസമുള്ളതെന്ന് പറയുന്നത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ, പൂർണ്ണമായിട്ടും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ, ദേവസ്വം ബെഞ്ചിന്റെ മേൽനോട്ടത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത്. ഹൈക്കോടതി ബെഞ്ചാണ് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപീകരിച്ചത്. അതിന്റെ തലവനെ നിയമിച്ചത് ഹൈക്കോടതിയാണ്. ഒപ്പം തന്നെ റിപ്പോർട്ട് സ്വീകരിച്ചിരിക്കുന്നത്, ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് 6 ആഴ്ചക്കകത്ത് ഇത് അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണം. അതിന്റെ രേഖകളൊന്നും തന്നെ പുറത്തുവിടരുത്, തങ്ങളോടാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, വേറെ ആരും. ഇതിനകത്ത് സർക്കാരിന്റെ ഒരു ഇടപെടലും അനുവദിക്കാത്ത തരത്തിലുള്ള അത്രയ്ക്കും പഴുതടച്ചുള്ള ഒരു അന്വേഷണം, ആ ഒരു നടപടി ഹൈക്കോടതിയുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് മലയാളികൾക്കൊരു പ്രതീക്ഷ ആ വിഷയത്തിലാണ്. കാരണം നീതിന്യായ സംവിധാനം, കേരളത്തിലെ പരമോന്നത നീതിന്യായ സംവിധാനമാണല്ലോ ഹൈക്കോടതി എന്ന് പറയുന്നത്. ആ ഹൈക്കോടതിയുടെ ഒരു ഇടപെടലാണ് ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു എന്താ പറയുക, സത്യാവസ്ഥ പുറത്തു വരും. ആരാണിത് കട്ടുകൊണ്ടുപോയത് എന്നുള്ളത് 101% ഉറപ്പാണ്. ഇപ്പം 30 പവനാണ് അല്ലെങ്കിൽ 30 കിലോ സ്വർണ്ണമാണ് അന്ന് വിജയ് മല്യ പൊതിഞ്ഞതെങ്കിൽ ഇപ്പോഴേ പൂശിയിരിക്കുകയാണത്. എത്രയൊക്കെയോ ഗ്രാമുകൾ, 100-300 ഗ്രാമൊക്കെ പൂശി വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ് അവിടെ ശബരിമലയിലെ ശ്രീകോവിലിന്റെ ഈ കട്ടളയാണെങ്കിലും അല്ലെ അതിന്റെ വാതിലാണെങ്കിലും ഈ പറയുന്ന ദ്വാരപാലക വിഗ്രഹങ്ങളാണെങ്കിലും എല്ലാം അങ്ങനെയാണ്. അപ്പോൾ ആ വിഷയത്തിൽ ഇപ്പോൾ ഈ പറയുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം 2 കേസ് എടുത്ത്, 2ആയിട്ടാണ് ഈ പാളികളിലെ ദ്വാരപാലക ശില്പങ്ങളിലെ ഒപ്പം തന്നെ ഈ കട്ടളപ്പാളികളിലെയും സ്വർണ്ണവുമായി ബന്ധപ്പെട്ട് 2 കേസുകൾ എടുത്ത് രജിസ്റ്റർ ചെയ്തിട്ട് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്.